നമുക്കിന്നൊരു ഫിഷ് ഗ്രില്ല് ചെയ്യാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അതിന് മാരിനേഷന് വേണ്ടിയിട്ട് 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 1 കപ്പ് ചെറുള്ളി, ഇതെല്ലാം ഇട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 മുതൽ 1 വരെ ആവാം, 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ച് ഫിഷിലേക്ക് പുരട്ടി വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, ഇത്രയും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അരച്ച് ഫിഷിൽ നമുക്ക് പുരട്ടി വയ്ക്കാം. ഈ മാരിനേറ്റ് ചെയ്യുന്നതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ മറ്റേ ഓയിലോ ചേർത്ത് പുരട്ടി വയ്ക്കുക. ഫ്രീസറിൽ സൂക്ഷിക്കാം. നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അന്ന് യൂസ് ചെയ്യാനാണെങ്കിൽ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്ത് നമുക്ക് ഗ്രില്ല് ചെയ്യാവുന്ന. ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. നമുക്ക് അന്നന്ന് യൂസ് ചെയ്യാനാണെങ്കിൽ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം. നന്നായി ഈ ഫിഷിൻ്റെ അകത്തെല്ലാം മാരിനേഷൻ പിടിക്കത്തക്കവണ്ണം ഇതിൽ തേച്ച് പിടിപ്പിക്കണം. ഞാനിതിങ്ങനെ എടുത്ത് വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ കഴിഞ്ഞെടുത്ത് ഗ്രില്ല് ചെയ്യാം നമ്മളുടെ ആവശ്യാനുസരണം. അതല്ലെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ഗ്രില്ല് ചെയ്തെടുത്തതാണിത്. ഇത് ഞാൻ തവയിലാണ് ഗ്രില്ല് ചെയ്തെടുത്തത്. ഒരെണ്ണം ഞാൻ ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തു. ഇത് ഞാൻ തവയിൽ ഗ്യാസിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്തെടുത്തത്. നന്നായി മസാലയെല്ലാം പിടിച്ച് ഫ്രിഡ്ജിലിരുന്നതാണ്. നന്നായിട്ട് മസാലയെല്ലാം ഇതിൻ്റെ അകത്ത് അബ്സോർവ് ആയിട്ടുള്ളതാണ്. തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയ തീയിലിട്ട് ഞാൻ പാനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്തു.